100 ഡേയ്സ് ഓഫ് കസ്റ്റമർ സൈക്കോളജി ഡേ 20. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ റിലേറ്റീവ് പ്രൈസിങ്ങും അതേപോലെ തന്നെ വാല്യൂവും നോക്കിയിട്ടാണ്. ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം വാല്യൂ പ്രൈസിങ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. എപ്പോഴും ഒരു കമ്പാരിസൺ അവിടെ ഉണ്ടാവും. 3 തരത്തിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് കമ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒരു ആക്ഷൻ എടുപ്പിക്കാം അഥവാ പർച്ചേസ് ചെയ്യിപ്പിക്കാം. ഒന്ന് കോമ്പറ്റീറ്റീവ്സ് എന്നുള്ള കമ്പാരിസൺ ആണ്. ഡിജിറ്റൽ സർവീസസുകളൊക്കെ നമ്മൾ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മളുടെ മറ്റ് ആളുകൾ തരുന്ന പ്രൈസിൽ നിന്നുള്ള ഒരു ലാഭം നോക്കിയിട്ടാണ്. ഇത് മാത്രം നമ്മൾ ഇത് വാല്യബിൾ ആണോ നോക്കിയിട്ടല്ല. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ അത്രയും പൈസ ഉണ്ട്, എന്നാൽ ആമസോൺ പ്രൈമിൽ അത്ര തന്നെ ഇല്ല എന്ന അടിസ്ഥാനത്തിൽ ആമസോൺ പ്രൈം എടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടാവാറുണ്ട്. സെക്കൻഡ് വൺ ഈസ് വേരിയന്റ്. 3 തരത്തിലുള്ള പോപ്കോൺ എന്ന് വിചാരിക്കുക. ഒന്ന് സ്മോൾ റീജിയണിന് 20 രൂപ, മീഡിയം റീജിയണിന് 50 രൂപ, ലാർജ് വേരിയന്റിന് 55 രൂപ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 55 രൂപന്റെ ലാർജ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ ഈ തരത്തിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം റേഞ്ച് നമുക്ക് അഫോർഡബിൾ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ പ്രൈസിങ് ഇറ്റ് സെൽഫ് ആളുകൾ ആക്ഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. മൂന്നാമതാണ് ഓർഡർ വാല്യൂ. നമ്മളുടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ് മാത്രം കാണിക്കുമ്പോൾ അത് ഭയങ്കര പ്രൈസ് വർത്താണോ അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നമ്മളെ കൊണ്ട് ബൈ 2 for 75 എന്ന് കൊടുക്കുന്നതിലൂടെ നമ്മൾ അത് ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ കമ്പാരിസൺ നമ്മളെ പ്രൈസിങ്ങിലൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമർ സൈക്കോളജി ഡേ 21 വീണ്ടും കാണാം.